ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിത് ഗോൾഡൻ ടെമ്പിളിന് അടുത്തുള്ള ഗസ്റ്റ് ഹൗസിലെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഗസ്റ്റ് ഹൗസിനെ പറ്റിയുള്ളതാവാം. ഗോൾഡൻ ടെമ്പിളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഗസ്റ്റ് ഹൗസ് ഉള്ളത്. ഗസ്റ്റ് ഹൗസിൻ്റെ നേരെ താഴെ ഷോപ്പിംഗ് ഏരിയയും നമുക്കൊരു റെസ്റ്റോറൻറ്റും ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ പുറകിലായിട്ട് ടോയ്ലറ്റ് സർവീസും അതുപോലെ റെസ്റ്റ് റൂമും പാർക്കിംഗ് ഏരിയയും അവൈലബിൾ ആയിട്ടുണ്ട്. കുശാൽ നഗറിലെ ടിബറ്റൻ വംശജർ നടത്തുന്നതാണ് ഈ ഗസ്റ്റ് ഹൗസും ഷോപ്പിംഗ് കോംപ്ലക്സും. അതുപോലെ അവരുടെ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റും ഒക്കെ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ ആ ഏരിയ മൊത്തം. അങ്ങനെ ഞങ്ങൾ ഓടിപ്പോയി റൂമൊക്കെ എടുത്തു. റൂമിൽ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ നേരെ താഴെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. കറക്റ്റ് ഉച്ച ടൈമിനാണ് ഞങ്ങളവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഇത് നോക്കിക്കേ, എന്തൊരു നീറ്റായിട്ടല്ലേ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല വൃത്തിയായിട്ടിരിക്കുന്നില്ലേ. ഞങ്ങൾക്ക് സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങൾ റൂം കിട്ടിയത്. ഈ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല ഭംഗിയില്ലേ. ദേ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഗോൾഡൻ ടെമ്പിളിൻ്റെ മെയിൻ ഗേറ്റും കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമൊന്ന് കണ്ടു നോക്കിക്കേ. റൂമിൻ്റെ റേറ്റ് എത്രയെന്ന് അറിയണ്ടേ? വെറും 500 രൂപയുള്ളൂ കേട്ടോ. ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയ റൂമിന് വെറും 500 രൂപ എന്ന് പറയുന്നത് വളരെ ചീപ്പ് റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കോ? നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ബാത്റൂമിൽ ഹോട്ട് വാട്ടർ അവൈലബിൾ ആണേ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ, ഭയങ്കര വിശപ്പായിരുന്നേ. അപ്പോൾ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൽ, അതായത് മലായ റെസ്റ്റോറൻറ്റിൽ പ്യുവർ വെജ് ഐറ്റംസ് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ തപ്പി എടുത്തപ്പോൾ ചോറ് തന്നെ തിന്നണമെന്ന് തോന്നി കേട്ടോ. ഉച്ചയ്ക്ക് ചോറ് തന്നെ കഴിച്ചില്ലെങ്കിൽ തൃപ്തി കിട്ടില്ല. എനിക്കും അതെ, നിധിയേട്ടനും അതെ. അതുകൊണ്ട് ഞങ്ങൾ മീൽ തന്നെ ഓർഡർ ചെയ്ത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒത്തിരി ഐറ്റംസൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾക്ക് ടെൻഷനായിരുന്നേ, വേറൊരു സംസ്ഥാനത്താണല്ലോ. അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ ഞങ്ങൾക്ക് പിടിക്കുമോ, കറിയൊക്കെ എങ്ങനെ ഉണ്ടാവും, ടേസ്റ്റി ആയിരിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഐറ്റംസ് പോലും ഞങ്ങൾക്ക് വേസ്റ്റ് ആക്കേണ്ടി വന്നില്ല കേട്ടോ. അങ്ങനെ വയറ് നിറയെ സ്വാദിഷ്ടമായ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോയേ. അപ്പോഴത്തേക്ക് റൂമൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് ഈവനിങ് നമ്മുടെ എന്താ പറയുക, ഗോൾഡൻ ടെമ്പിളിലേക്ക് ചെറിയ വിസിറ്റൊക്കെ നടത്തി കേട്ടോ. അവിടെയൊക്കെ പോയി അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ നൈറ്റ് തിരിച്ചു വന്നപ്പോഴുള്ള നൈറ്റ് വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തിയിട്ട് റൂമിലേക്ക് പോവാന്ന്. പക്ഷെ അപ്പോഴാണ് സത്യം മനസ്സിലായത്, അവിടെ 7:30 ആകുമ്പോഴത്തേക്ക് ഒരു ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ക്ലോസ് ചെയ്യാതെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ തിങ്സ് ഒന്നും വാങ്ങിച്ചില്ല. ചുമ്മാ അവർ കട അടക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. എല്ലാം നമ്മളെ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട കുറേ ഐറ്റംസ് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് ഭംഗിയല്ലേ കാണാൻ തന്നെ.
അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് വേറൊരു സത്യം മനസ്സിലായത്. അവിടുത്തെ റെസ്റ്റോറൻറ്റും വേഗം തന്നെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇവരൊക്കെ വേഗം ഫുഡ് കഴിച്ച് വേഗം കിടന്നുറങ്ങാനുള്ള പരിപാടിയാണോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ നമ്മളെപ്പോലെയല്ല കേട്ടോ, നമ്മളൊക്കെ ലേറ്റായിട്ട് ഫുഡ് കഴിച്ച് ലേറ്റായിട്ട് ഉറങ്ങുന്നവരല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്ത്, അതായത് ഈ ഗസ്റ്റ് ഹൗസിൻ്റെയും നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെയും പുറത്ത് കുറച്ച് ഏരിയാസ് ഉണ്ട്. അവിടെ ഇങ്ങനെ ചുമ്മാ ഇറങ്ങി നടന്നു കേട്ടോ. അപ്പോൾ അവിടെ ഈ ബുദ്ധിസ്റ്റ്, അതായത് ഈ ടിബറ്റൻസിൻ്റെ അല്ലാതെ മറ്റ് മലയാളികളും മറ്റ് നാട്ടുകാരൊക്കെ നടത്തുന്ന റെസ്റ്റോറൻറ്റും ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ഞങ്ങൾ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ലൈറ്റായിട്ട് ഒരു ഫുഡ് തട്ടിയിട്ട്, ഫുഡ് എന്ന് അറിയാനില്ല, സൂപ്പാണ് കഴിച്ചത്. അപ്പോൾ അങ്ങനെ സൂപ്പൊക്കെ കുടിച്ച് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു വന്നു. നന്നായി റെസ്റ്റൊക്കെ എടുത്തു. ഇത് എങ്ങനെയുണ്ട് നോക്കി, കോടയൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിലെ ഗാർഡൻ ഏരിയ നിൽക്കുന്ന നോക്കി, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആട്ടോ. രാവിലെ 6:30 ആയപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിൾ രാവിലത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡി ആയതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ മറ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.